ഇത്രയും സേഫ് ആൻഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഫോറക്സ് ചൂസ് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിനെ അപേക്ഷിച്ചിട്ട്. ഫോറക്സിൽ ഏറ്റവും മേജർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫണ്ടഡ് അക്കൗണ്ട് ആണ്. അത് 100% വർക്ക് ആവുന്ന ഏരിയ ആണ്. അതിലെങ്ങനെയാണ് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഒക്കെ വരുന്നത്? ആക്ച്വലി ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ. ഓപ്ഷൻസ് ഞാൻ ഇതുവരെയും കൈവച്ചിട്ടില്ല. ഫോറക്സ് എന്ന് വെച്ചാൽ ഭയങ്കര വോളറ്റിലിറ്റിയാ, ഒറ്റയടിക്ക് ചാടി ഇറങ്ങി. അതെ, നമ്മുടെ കയ്യിലായിരിക്കും ഇന്ത്യ മാർക്കറ്റ് നിൽക്കുക. പേ ഔട്ട് കിട്ടിയിട്ട് അടിച്ചു പോകുന്നവരുണ്ട്. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് പോലീസിന് കേസായി. അതുപോലെ തന്നെ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് കണ്ണും പൂട്ടി തന്നെ അവരെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻത്തിന്റെ മെന്റർ ആയിട്ടുള്ള അജിത്തും അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡർ ആയിട്ടുള്ള കണ്ണൻ കെ അഭിമന്യുമാണ്. കണ്ണൻ ചേട്ടൻ ലാസ്റ്റ് 2 years ആയിട്ട് ഫോറക്സിൽ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട് ഹാൻഡ്ലറും കൂടിയാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫണ്ട് ഇടാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ നമ്മൾ ഫണ്ട് ഇട്ടു. ആ ഫണ്ട് അവിടെ സേഫ്റ്റി ഉണ്ട്. കാരണം ഇപ്പോൾ ബ്രോക്കർ നിർത്തിപ്പോയാലും നമ്മുടെ ഫണ്ട് എക്സ്ചേഞ്ചിലാണ് പോയി കിടക്കുക. NSDL അങ്ങനെ ആയിരിക്കും പോയി കിടക്കുക. സോ നമുക്കിപ്പോൾ ബ്രോക്കർ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ എന്ത് ഇഷ്യൂ ഉണ്ടായിട്ട് അവർ നിർത്തിപ്പോയാലും നമുക്ക് ആ ഫണ്ട് ഫെച്ച് ചെയ്യാനായിട്ട് വലിയ ഇഷ്യൂസ് ഇല്ല. അത് ഏറ്റവും കൂടുതൽ റെഗുലേറ്റഡും അതുപോലെ സേഫ്റ്റി ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ടാണ്. ഇത്രയും സേഫ് ആൻഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഫോറക്സ് ചൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഇക്വിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്ഷൻസ് ഞാൻ ഇതുവരെയും കൈവച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഫോറക്സിലോട്ട് വരികയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ടൈം ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 1 hour 2 hour ആ മൂവ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിനെ അപേക്ഷിച്ചിട്ട്. ഇപ്പോൾ ഫോറക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഉണ്ട്, സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, അത് ഷുവറാണ്. അതെന്താ അതിനെ ഓവർകം ചെയ്യാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ ഒരുപാട് ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ബ്രോക്കേഴ്സ് നമ്മളോട് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ പൈസ പോയി കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് ബ്രോക്കർ തന്നെ ഒരുപാട് പേരെ പൈസ കുടുങ്ങിയും കിടക്കുന്നുണ്ട്, എടുക്കാൻ പറ്റാതെ ഒരുപാട് ബ്രോക്കേഴ്സ് നിർത്തിപ്പോയിട്ടുണ്ട്. അതിനൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനോട് സജസ്റ്റ് ചെയ്യണത്, നിങ്ങൾ ഒന്നിൽ ഏതെങ്കിലും മെൻറ്റേഴ്സിനെ കണ്ടിട്ട് അവരെ അഡ്വൈസ് എടുത്തിട്ട് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് മാത്രം ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക, നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും ഈ ബ്രോക്കർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ബ്രോക്കർ ആണോ ഇല്ല എന്നുള്ളത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാവുന്ന ഫെമിലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചാർട്ട് നോക്കാം. ചാർട്ട് നോക്കി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രോക്കർ എടുത്ത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു നല്ല റെഗുലേറ്റർ XNS എടുക്കാം. XNSന്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ 1 minute ചാർട്ട് ഇടുക. 1 minute ചാർട്ട് ഇടുക. അതിൻ്റെ മൊമെൻറ്റും ബ്രോക്കറിലെ 1 minute ചാർട്ടിലെ മൊമെൻറ്റും നമ്മൾ കമ്പയർ ചെയ്ത്, ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വിക്ക് മേലേക്ക് എന്തായാലും പോയിട്ടുണ്ടാവും. കാരണം അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 minute ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഓൾമോസ്റ്റ് മനസ്സിലാവും. അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ലോട്ട് സൈസിന് ഒരു ഇത്ര നോർമലി സ്റ്റാൻഡേർഡായിട്ട് $4 ഒക്കെയാണ് ഒരു ലോട്ട് സൈസിന് അവർ ചാർജ് ചെയ്യുക. ചില ബ്രോക്കേഴ്സ് ഒരു 15, 10, 20 ചാർജ് ചെയ്യും. അത് കണ്ണും പൂട്ടി തന്നെ അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോറക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് അത് 100% വർക്കാവുന്ന ഒരു ഏരിയ ആണ് ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ കംപ്ലീറ്റ് ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും കൂടുതലായിട്ട് വർക്കാവുന്നത് ഫോറക്സിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫോറക്സ് ചൂസ് ചെയ്തത്. നമുക്ക് ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. നമുക്ക് ഇപ്പോൾ ഒരു മേജർ കറൻസി പെയർ EUR/USD എടുത്തിട്ട് അതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് JBP/USD ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഇൻഡിസസ് ആയാലും കമ്മോഡിറ്റീസ് ആയാലും എല്ലാത്തിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോ പറഞ്ഞു ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പൊ ടൈമിന്റെ കേസിലാണെങ്കിലും, അതേപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും മേജർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും? മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് തന്നെയാണ്. നമുക്കിപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 മുതൽ 20,000 രൂപ ഉണ്ടെങ്കിലാണ് നമുക്കൊരു തരക്കേടില്ലാത്ത രീതിയിൽ നമുക്കൊരു 1000 രൂപ 700 രൂപ 500 രൂപ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ.
ഐ മീൻ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓപ്ഷൻസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറക്സിലാണെന്നുണ്ടെങ്കിൽ ഈവൻ $10 ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രേഡ് ചെയ്യാം. 1000 രൂപ വരുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ടുകളാണ്. നമുക്ക് ഒരുപാട് ഫണ്ടഡ് ഫേംസ് ഉണ്ട്. അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കൊരു ബിഗർ ക്യാപിറ്റൽ ചലഞ്ച്. അത് ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ ഒരിക്കലും ഒരു ബിഗിനറിനെ സജസ്റ്റ് ചെയ്യില്ല. അത് നല്ലൊരു പ്രോഫിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയും കൺട്രോളാണ്. നമ്മൾ റിസ്ക് റിവാർഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്. 5K മുതൽ 4 million വരെയുള്ള ഫണ്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ റിസ്ക് റിവാർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100K അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു 1% ഗെയിൻ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് പിന്നെ വേറെ 9 to 5 ജോബ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മിനിമം 20,000 എങ്കിലും വേണം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്നുള്ളത്. അത് ഉള്ള കാര്യമാണ്. എന്തായാലും ഈ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ട്രേഡിങ്ങിക്ക് വരാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുക. ഒരിക്കലും നമ്മൾ 10,000 വെച്ച് 1 ലക്ഷം ഉണ്ടാക്കാൻ പോയി നടക്കില്ല. പകരം 1 ലക്ഷം വെച്ച് ഒരാഴ്ച കൊണ്ട് 10,000 ഉണ്ടാക്കാൻ നോക്കിയാൽ പോസിബിൾ ആണ്. കാരണം നമ്മൾ ഇറക്കുന്ന ക്യാപിറ്റലിന്റെ സർട്ടൻ പെർസെൻറ്റേജ് ഇതിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ബിഗിനേഴ്സിനെ കൊണ്ട് 20,000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. ഒരു 6 months ഇവർ ഈ പ്രൊട്ടക്ട് ചെയ്യും ഈ ക്യാപിറ്റലിനെ. ഇതധികം ലോസ് ആവാതെ തന്നെ ഈ ക്യാപിറ്റലിൽ നിന്ന് ചെറിയ ചെറിയ ഗെയിൻസ് ഉണ്ടാക്കി കൊണ്ടുവരും. ഇപ്പോൾ ഈ അംബാസഡർ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏത് കാർ ഓടിക്കാന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ ക്യാപിറ്റൽ അവർ പ്രൊട്ടക്ട് ചെയ്ത് 6 മാസം കൊണ്ടുപോയാൽ എത്ര വേണമെങ്കിലും ക്യാപിറ്റൽ അവർക്ക് ഇറക്കി ട്രേഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ കേസിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കുറേയൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കായിരുന്നു വെച്ചാൽ ഇതിൽ അഡിക്ഷൻ വലിയൊരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൻ 1000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരു 3,000-3,500 രൂപ ഉണ്ടെങ്കിൽ 5 lakhന്റെ അക്കൗണ്ട് കിട്ടും, 5K അക്കൗണ്ട് എന്തായാലും കിട്ടും. സോ ആളെ സംബന്ധിച്ച് ആളുടെ കയ്യിൽ ഇപ്പോൾ 5 ലക്ഷത്തിന്റെ അക്കൗണ്ട് വന്ന് പോവാണ്. 5 lakh അല്ല 5K അക്കൗണ്ട് വന്ന് പോവാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഓക്കെ വലിയൊരു എമൗണ്ട് കയ്യിൽ വന്ന് പോവാണ്. അത് എന്തായാലും ബ്ലോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ 9 out of 10 അത് അടിച്ചു. ബാക്കി ഈ പറഞ്ഞ പോലെ 1-2 പേർക്കാവും ചിലപ്പോൾ കിട്ടുക. അവരിൽ തന്നെ ഈ പേ ഔട്ട് കിട്ടുന്നവർ വളരെ കുറവാണ്. പേ ഔട്ട് കിട്ടിയിട്ട് അടിച്ചു പോകുന്നവരുണ്ട്. സോ ഒരു വട്ടം അക്കൗണ്ട് കയ്യിൽ വന്ന് പോയ ഒരാളാണെന്നുണ്ടെങ്കിൽ ആള് വീണ്ടും അത് എടുക്കും. കാരണം ആൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ അത് കിട്ടാൻ തോന്നും. അങ്ങനെ ഓൺ ഏവറേജ് സർവേ ഞാൻ നോക്കിയപ്പോൾ ഓൺ ഏവറേജ് ഒരാളുടെ $80 ഫീസ് ആയിട്ട് ഫണ്ടഡ് ഫേംസിന് കിട്ടുന്നത്. അങ്ങനെ ഒരു 1000 members ഉണ്ടെന്നുണ്ടെങ്കിൽ പെർ മന്ത് 80K സംതിങ് അവർക്ക് ഈസി ആയിട്ട് കിട്ടിക്കൂടെ? ഫണ്ടഡ് ഫേംസിന്റെ ബിസിനസ് മോഡൽ തന്നെ അത് തന്നെയാണ്. അത് നമ്മളെ ചലഞ്ച് ഫേസ് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഫണ്ടഡ് ഫേം. അവരുടെ ബിസിനസ് മോഡൽ അതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇത് ബിഗിനേഴ്സിന് പറ്റിയ സംഭവമല്ല. ബിഗിനേഴ്സിന് ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയ പൈസ മുടക്കിൽ ഒരു 5K അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾക്ക് ലേൺ ചെയ്യാം. ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ഫണ്ടഡ് അക്കൗണ്ട് അപ്രോച്ച് ചെയ്യാം. അത് നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൈക്കോളജി പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഓൺ അക്കൗണ്ട് ലൈവ് അക്കൗണ്ടിൽ ഒരു $1,000 ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതും നമ്മളൊരു $35-39 കൊടുത്ത് ഒരു 5K അക്കൗണ്ട് ട്രേഡ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്ക് വരുന്ന സ്ട്രിക്റ്റ് റൂളുകളുണ്ട്. ഒരു ദിവസം നമുക്ക് 5% എബോവ് പോകാൻ പാടില്ല ട്രേഡിങ്ങിൽ. പിന്നെ ഇത്ര ശതമാനത്തിന് മേലെ റിസ്ക് വെക്കാൻ പാടില്ല. മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. ന്യൂസ് ട്രേഡിങ് അലൗഡ് അല്ല. അത് ന്യൂസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. 5 minutes ബിഫോർ 5 minutes ആഫ്റ്റർ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒത്തിരി റൂളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ചലഞ്ച് ഫേസ് പാസ് ആവുന്നത്. ഇതൊക്കെ ആക്ച്വലി ഇവരെ ഫെയിൽ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു ട്രേഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ഞാൻ സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഓൺ അക്കൗണ്ടിൽ ഒരു $100 ഇടുക. $100 ഇട്ടിട്ട് മിനിമം ഒരു 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആണോ ഇല്ലയോ എന്നാണ്. അതായത് ഒരു $100 1% റിസ്ക് വയ്ക്കുക. 1% $1 വരുന്നുള്ളൂ. അതിന്റെ 1:2 റിസ്ക് റിവാർഡ്, മിനിമം 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമ്മളൊരു 6 മാസം അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് $100 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് 100,000 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. $100 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് 100,000 ചെയ്യാൻ പറ്റില്ല. അവിടെ ഇമോഷൻസ് വർക്ക് ആവും. മനസ്സിലായില്ലേ? $100 ചെയ്ത് 1% ഡെയിലി ഒരു 1 trade പെർ ഡേ വെച്ചിട്ട് 1% റിസ്ക് വയ്ക്കുക. അത് 1:2 റിസ്ക് റിവാർഡ് വയ്ക്കുക.
സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്, നമ്മുടെ സെറ്റപ്പ് ഫോം ആയാൽ മാത്രം ട്രേഡ് എടുക്കുക. ചിലപ്പോൾ അടുത്ത ദിവസം ട്രേഡ് ഉണ്ടാവില്ല ട്രേഡ് ചെയ്ത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് സ്റ്റോക്സിലായാലും ഇന്ത്യൻ മാർക്കറ്റിലായാലും ശരി, ഫോറക്സിലായാലും ശരി, എല്ലായിടത്തും സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ടെക്നിക്കൽ അനാലിസിസ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ വർക്ക് ആവേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റിന് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു മിനിമം 2 years മിനിമം വേണ്ടി വരും, അതറിയാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ ഫോറക്സ് മാർക്കറ്റിലെ അഡ്വാൻറ്റേജസ് ഇതായതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. അത് എനിക്കറിയാവുന്ന ഇപ്പോൾ വൺസ് എ ഫോറക്സ് ട്രേഡർ ഓൾവേസ് എ ഫോറക്സ് ട്രേഡർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതങ്ങനെയാണ്. അത് പറഞ്ഞിരുന്നല്ലോ, സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു, പിന്നീട് ഫോറക്സിലേക്ക് മാറിയിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ട്രാൻസിഷൻ വരാനായിട്ടുണ്ടായിരുന്ന കാര്യം? ആക്ച്വലി എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ലോസ് വന്നിട്ടില്ല. ഞാൻ അത്രയും ഒരു 1 month ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ലോസ് വന്നിട്ടില്ല. ഞാൻ ഇക്വിറ്റിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നല്ല മൂവിങ് ഉള്ള ഒരു 5 സ്റ്റോക്ക് എടുക്കും. അതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് നമ്മുടെ സെറ്റപ്പ് ഫോം ആവുന്ന ഒരു സ്റ്റോക്കിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യും. ഒരു 700, 500 അങ്ങനെ രീതിയിൽ ഞാൻ പ്രോഫിറ്റ് എടുത്തിരുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഫോറക്സിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോറക്സിൽ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇരുന്നിട്ട് അതിലേക്ക് വരുമ്പോൾ ഉള്ള വോളറ്റിലിറ്റി ഉണ്ടല്ലോ, നമുക്ക് അധികം സമയം ഇരിക്കേണ്ടി വരില്ല. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 hour നമുക്ക് അന്നത്തെ ദിവസം ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാം. അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഒന്നാം സംഭവിക്കും. പിന്നീട് നമ്മൾ ഫ്രീ ആണ്. പിന്നെ അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കി എടുക്കുന്നതാണ് ആസ് എ ട്രേഡർ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. ട്രേഡ് പ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ TP അടിക്കുന്നതല്ല. നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായാലും നമ്മൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഒരു ഓവർ ട്രേഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഗാംബ്ലിംഗ് ആയിരിക്കും. അത് നമ്മൾ പിന്നെ എത്ര ട്രേഡ് എടുക്കുന്നു അതെല്ലാം നമ്മളെ സ്റ്റോപ്പിൽ വൺസിന്റെ വായിൽ ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഫിറ്റ് എല്ലാം ചിലപ്പോൾ റിക്കവർ ആയിട്ട് വരും. ഈ റിക്കവർ ആയതെല്ലാം തന്നെ നമ്മൾ പിറ്റേ ദിവസം കളയും ചെയ്യും. അതാണ് ട്രേഡിങ് എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. അതായത് നമ്മൾ മൈൻഡ് സെറ്റ് ഓക്കെ ആണ്, നമ്മൾ ട്രെയിൻഡ് ആവണം. ചെയ്ത് ട്രെയിൻഡ് ആയി മൈൻഡ് സെറ്റ് പ്യുവർലി ക്ലിയർ ആയാൽ മാത്രമേ ട്രേഡിംഗ് ആയിട്ട് മുൻപോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമല്ലോ ഒരു ദിവസം. പ്രോഫിറ്റ് കിട്ടി പറഞ്ഞാൽ T+1 ഡേ ആയിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് അക്കൗണ്ടിൽ കയറുക. നമുക്ക് വിഡ്രോ ചെയ്യാൻ ഈസിയാണ്. അത് വെച്ച് വേണമെങ്കിൽ അടുത്ത ദിവസം ട്രേഡിങ് ചെയ്യാം. പക്ഷെ ഫോറക്സിൽ അത് പോസിബിൾ അല്ലല്ലോ ആ ഒരു കാര്യം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. നമ്മൾ ബ്രോക്കറെ ചൂസ് ചെയ്യണത് അതുമുതലിരിക്കും കാര്യങ്ങൾ. നമ്മൾ ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രോക്കർ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിമിറ്റഡ് ആണ് ഫോറക്സ് ട്രേഡിങ് ഇന്ത്യയിൽ, അതറിയാലോ. അപ്പോൾ XNX പോലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലൂപ്പ് ഹോൾസ് കണ്ടിട്ടുണ്ട്. അവർക്ക് തന്നെ നമ്മൾ ഇടുന്ന ക്യാഷ് ഡയറക്റ്റ് അവരെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടല്ല പോകുന്നത്. അവരെ വേറെ ഏതെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫേമിലായിട്ടുള്ള അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അവരാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ലീഗൽ ഇഷ്യൂ വരുന്നില്ല. നമുക്ക് ഫണ്ട് വരുന്നതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർ വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ലീഗൽ ഇഷ്യൂ അവിടെ വരുന്നില്ല. ഇതിലൊരുപാട് അക്കൗണ്ട് ഫ്രീസിങ് ഇഷ്യൂസ് കേട്ടിട്ടുണ്ടല്ലോ വിഡ്രോവൽ ടൈമിൽ. ഫ്രീസിങ് അക്കൗണ്ട് നമ്മുടെ P2P ചെയ്യുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളറിയാത്ത നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ നമ്മൾ പൈസ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ വരും. ഇപ്പോൾ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫേമിനായിരിക്കുള്ളൂ നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ അത് പ്രോബ്ലം ഉണ്ടാവില്ല. അവർ ലൈസൻസ്ഡ് ആണ്, ടാക്സ് കൊടുക്കുന്ന അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവില്ല അവരെന്താണ് ചെയ്യുന്നത്. അല്ല മോണിറ്റർ ചെയ്യേണ്ടത് അവർ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ആ ബിസിനസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ വേറൊരാള് നമ്മുടെ P2P നമ്മൾ ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളായിരിക്കാം. അപ്പോൾ അയാളുടെ ഇൻകം സോഴ്സ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും കൂടി അയാളുടെ ക്രൈമിൽ നമ്മളും കൂടി ഭാഗമാണെന്നാണ് ലോ പറയുന്നത്. അപ്പൊ നമ്മൾ കാരണം എന്റെ ഫ്രണ്ട് ഇതേപോലെ ഫോറക്സ് ചെയ്തിരുന്നു. ഫണ്ട് അക്കൗണ്ട് ഇതാക്കിയിട്ട് അവനും അക്കൗണ്ട് P2P ചെയ്തു, ഫണ്ട് വന്നു. ബട്ട് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് പോലീസ് കേസായി. എന്റെ ഫ്രണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇതുപോലെ P2P ചെയ്തിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് P2P ചെയ്യുമ്പോൾ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളും നമ്മളറിയുന്ന ആളും ആയിരിക്കണം. അല്ലാത്തൊരാളുമായിട്ട് P2P ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്.
ഇല്ലീഗൽ മണി ആയിരിക്കാം. ഇല്ലീഗൽ മണി ആയിരിക്കും. ആള് ചെയ്യുന്ന ബിസിനസ് എന്താണ്, ആൾക്ക് എവിടെ നിന്ന് ക്യാഷ് കിട്ടിയതൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ട്രസ്റ്റ് വർത്ത് ഇതാണ് പറയുന്നത്. നമുക്ക് പ്രോപ്പർ ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പോ നമുക്ക് മെന്ററുടെ ഇത് ചോദിച്ചിട്ട് മെന്ററുടെ സജഷൻ കേട്ടിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. ഇക്കാരണങ്ങൾ കൊണ്ടാണോ ഇപ്പോ നമ്മുടെ ഇന്ത്യയില് ഫോറക്സ് ഗ്രേയില് ഇരിക്കുന്നത്? അതായത് ഗ്രേ സോണിൽ ഇപ്പോ ലീഗലും അല്ല ഇല്ലീഗലും അല്ല. അപ്പൊ ശരിക്കും ഫോറക്സ് മാർക്കറ്റ് ഇന്ത്യയിൽ ബാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ബാൻഡ് അല്ല. ചില കറൻസികളിൽ നമുക്ക് ചെയ്യാം. ക്രോസ് കറൻസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ അലൗഡ് അല്ല ഇന്ത്യയിൽ. നമുക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഇന്ത്യൻ പേയേഴ്സ് ഉണ്ട്. USD-INR, Euro USD-INR, JVP-INR, JPP-INR, ഈ 4 പേഴ്സിൽ നമുക്ക് ഇവിടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് നമുക്ക് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ JVP-USD, Euro USD ഇവയുടെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും നമുക്ക് ട്രേഡ് ചെയ്യാൻ അലൗഡ് ആണ് ഇന്ത്യയിൽ. അത് നമ്മൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറിൽ, സെബി പറയുന്ന ബ്രോക്കറിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാത്ത ക്രോസ് കറൻസിയിൽ ചെയ്യാനാണ് നമുക്കിവിടെ ബാൻഡ് ആയിട്ടുള്ളത്. ക്രോസ് കറൻസീസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഇന്ത്യൻ റുപ്പീസ് അല്ലാതെ വരുന്ന കറൻസീസ്, അതായത് Euro USD, JVP-USD, അങ്ങനെയുള്ള കറൻസീസ്, ഇന്ത്യൻ കറൻസി ഇല്ലാതെ വരുന്ന അതിനെയാണ് നമ്മൾ ക്രോസ് കറൻസീസ്. അത് ത്രൂള്ള ട്രേഡിംഗ് ഇല്ലീഗലാണ്. പുറത്തുള്ള ബ്രോക്കേഴ്സ്, ഫോറിൻ ബ്രോക്കേഴ്സിൽ ചെയ്യുന്നത് ഇല്ലീഗലാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ഫോറക്സിലെ ഏറ്റവും മേജർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫണ്ടഡ് അക്കൗണ്ട് ആണ് അല്ലെ? അതിലെങ്ങനെയാണ് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഒക്കെ വരുന്നത്? ആക്ച്വലി അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ നമുക്ക് ഇപ്പോൾ 100K അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ അപ്പ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. നമ്മൾ ഒരു 10% ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു 125K ആക്കി തരും. അത് പല ഫേമിലും പല റൂളാണ്. ഞാൻ ചെയ്യുന്ന ഫേമിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് പല ഫേമിലും പല ഡിഫറെന്റ് റൂളാണ് അത് സ്കെയിലപ്പിന് വേണ്ടിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എല്ലാത്തിലും ഡിഫറെന്റ് റൂൾസ് വരുന്നത്? ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത് ഓരോ ഫണ്ടഡ് ഫേമും ഡിഫറെന്റ് അത് അവരുടെ ബിസിനസ് മോഡൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെ ഏതൊരു പ്രൈവറ്റ് ഫാമിലി വേണമെങ്കിൽ ഈ ഫണ്ടഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. അത് എത്ര ഇയേഴ്സായി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഫണ്ടിങ് വിഡ്രോവൽ കൊടുക്കുന്ന കമ്പനിയാണോ, ഒറിജിൻ എവിടെയാണ്, അതിന്റെ ലൈസൻസ് ഏത് കൺട്രിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, അതുള്ള കാര്യങ്ങളൊക്കെ പേ ഔട്ട് കിട്ടുന്നതാണോ, പിന്നെ അവരുടെ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ട്രസ്റ്റ് പൈലറ്റ് പോലുള്ള ഇതിൽ ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അതുപോലെ ഇയർ ഓപ്പറേഷൻ നോക്കാം, അവരുടെ റൂൾസുകൾ നോക്കാം. കൺസിസ്റ്റൻസി റൂൾസ് മിക്ക പ്രൊഫോമുകളുണ്ട്. അത് 40% മുതൽ 25-15% അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കൺസിസ്റ്റൻസി സ്കോറുണ്ട്. ഇതൊക്കെ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. വളരെ കുറവായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ സക്സസ് റേറ്റ് തന്നെ അവര് തന്നെ പറയുന്നുണ്ടല്ലോ. 90% ആൾക്കാർ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് പാസ്സായാൽ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സെക്കൻഡ് ഫേസ് പാസ്സാവുന്നത്. അതായത് ഫസ്റ്റ് ഫേസ് പാസ്സാവാൻ നമുക്ക് 8% ഉണ്ടാകുന്നു. അത് 90% പാസ്സായാലും 95% സെക്കൻഡ് ഫേസിൽ 5% ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് പാസ്സാവില്ല. അവിടെ ഗ്രീഡ് വർക്കാവും. എങ്ങനെയെങ്കിലും ഫണ്ടഡ് പാസ്സായി ആ ഹ്യൂജ് എമൗണ്ടിൽ കിട്ടണം എന്നുള്ള ഗ്രീഡ് വരുമ്പോൾ ഈ കൂടുതൽ റിസ്ക് വയ്ക്കും. ഡെയിലി ലോസ് ലിമിറ്റ് കവർ ചെയ്യും, അല്ലെങ്കിൽ മാക്സ് ലോസിലോട്ട് പോയി അക്കൗണ്ട് ബ്രീച്ചാവും. ഒരു 98-99% സക്സസ് റേറ്റ് വളരെ കുറവാണ് ഫണ്ടഡ് അക്കൗണ്ടിൽ. അതാണ് പറഞ്ഞ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് മാത്രമേ ഈ ഫണ്ടഡ് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്ഷൻസ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, അവിടുത്തെ ലൂസിങ് ട്രേഡേഴ്സിന്റെ ഒരു പെർസെന്റേജ് ഉദ്ദേശിക്കുന്നത് 85-90% ആണ്. അത് ഫോറക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുറവല്ല. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ എണ്ണം കൂടുതലല്ല. അപ്പോൾ 85-90% സെയിം തന്നെ ഇതിലും ഉണ്ടല്ലോ. ഫണ്ടഡ് അക്കൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഫണ്ടഡ് അക്കൗണ്ടിൽ സ്ട്രിക്ട് റൂള് ഉള്ളതുകൊണ്ടാണ് ഇത്രയും. പിന്നെ നമ്മുടെ ഗ്രീഡും കൂടി വർക്ക് ആവും അതിന്റെ അകത്ത്. എത്ര ടൈം എടുക്കും നമ്മൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കായിട്ട്? ഒരു ആവറേജ് ഒരാൾക്ക് സ്റ്റേജസ് ഉണ്ട്, എനിക്കറിയാം. 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അത് നമ്മൾ എങ്ങനെ റിസ്ക് വയ്ക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. നമ്മൾ റിസ്ക് റിവാർഡ് ആണല്ലോ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. 8% ഒരു 1% റിസ്ക് വെക്കുന്ന ആൾക്ക് കണ്ടിന്യൂസ് ഒരു 1:2 വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ട്രേഡ് കൊണ്ട് ആൾക്ക് ഫസ്റ്റ് ഫേസ് അത് കീപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് ചലഞ്ച് ഫേസിൽ പേഴ്സണലി ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് പോയി കഴിഞ്ഞാൽ
മിനിമം ട്രേഡിംഗ് ഡേയ്സും ഉണ്ട് ഇതിൽ. മിനിമം 3 days, മിനിമം 5 days. അത് ഡിപ്പെൻസ് ഫേമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് പാസ്സാവാൻ പറ്റുന്ന അക്കൗണ്ടുകളുണ്ട്. അത് നമ്മുടെ മിനിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ 4% വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 8% ആയില്ലേ, 1:2 വന്നു കഴിഞ്ഞാൽ. അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അത്രയും ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 5K അക്കൗണ്ടാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാൻ ഒരു 5,000 rupees ഉള്ളൂ. എൻ്റെ ഒരു 25,000 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാനൊരു 5K അക്കൗണ്ട് മേടിച്ചു. എനിക്കിത് പോയാലും പ്രശ്നമില്ല, എൻ്റെ ഒരു ബാക്കപ്പ് ഫണ്ട് ഉണ്ട്, എനിക്ക് വാങ്ങിക്കാം, അടുത്ത അക്കൗണ്ട് വാങ്ങിക്കാം. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാക്സിമം ചലഞ്ച് ഫേസ് പാസ്സാവാൻ നോക്കും. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല സ്ട്രാറ്റജി കയ്യിലുള്ള ആൾക്കാർക്ക് അത് വർക്കൗട്ട് ആവും. ഇല്ലാത്ത ബിഗിനേഴ്സിന് ഇത് ഒട്ടും വർക്കാകത്തില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങളുടെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പോകാൻ സ്ട്രാറ്റജി ഉണ്ട്. ഒരു എബോവ് 60-70 വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ഇത് വർക്കൗട്ട് ആവും. ഇല്ലാത്തവർക്ക് ഇത് വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ നമുക്കൊരു 5K അക്കൗണ്ട് കിട്ടിയാലും അതിന്റെ 10% ആണ് നമ്മുടെ മാക്സിമം ലോസ് ലിമിറ്റ്. 5K ഇല്ല നമുക്ക് ലോസ് ആവാൻ വേണ്ടി. 10K $250 പോയാൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ശരിക്കും ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ 250-യുടെ 1% ആണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. 250-യുടെ എന്ന് പറയുമ്പോൾ 25 rupees ആണ് നമ്മൾ റിസ്ക് വെക്കേണ്ടത്. പക്ഷെ നമ്മൾ റിസ്ക് വെക്കണ 5,000 റിസ്ക് വെക്കണം. അപ്പോൾ 3-4 ട്രേഡ് പോയാൽ തന്നെ നമ്മുടെ സൈക്കോളജി അവിടെ ഡൗൺ ആവും. അപ്പൊ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഫണ്ട് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ടൈം എടുക്കും. 2 months or 3 months എടുക്കാൻ പറ്റും. ഈ 2 months or 3 months എടുത്തിട്ടും സക്സസ്ഫുൾ ആവാത്തവരില്ലേ, ബ്രീച്ച് ആയി പോയിട്ട് കിട്ടാത്തവരും? അപ്പൊ ഞാൻ അത് അതിന്റെ അർത്ഥം പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ള, ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂസ് 10 ട്രേഡ് പോകുന്ന ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആളുടെ സ്ട്രാറ്റജിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. കണ്ടിന്യൂസ് എന്തായാലും 10 ട്രേഡ് എന്തായാലും ലോസ് ചെയ്തിട്ടില്ല. ആള് സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എവിടെയാണ് തെറ്റുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് ജേണൽ ചെയ്യുക. ഇപ്പൊ ജേണൽ ഓരോ ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഒരാഴ്ചത്തെ ജേണൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ജേണൽ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എവിടെ ഞാൻ റിസ്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ കറക്റ്റ് ഫോളോ ചെയ്തോ, എൻ്റെ റിസ്ക് റിവാർഡ് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്തോ, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, അത് നമ്മൾ മിസ്റ്റേക്ക് അടുത്ത പ്രാവശ്യം അത് വരുത്താതെ വീണ്ടും ട്രേഡ് ചെയ്യുക. അവിടെ എന്താ മിസ്റ്റേക്ക് പറ്റിയത് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജേണൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടും. ശരിയാണ്, മാർക്കറ്റിൽ തിരുത്താനുള്ള സമയമൊന്നുമില്ല, ആവർത്തിക്കാതിരിക്കാതെ നടക്കുള്ളൂ. ശരിയാണ്. ഞാനൊരു സിനാരിയോ ചോദിക്കട്ടെ. ഇപ്പൊ സപ്പോസ് ഒരാള് ഈ പറഞ്ഞ പോലെ ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്തു, കുറെ ശ്രമിച്ചു, 2 months 3 months പാസ്സായില്ല, ബ്രീച്ചായി. വീണ്ടും പർച്ചേസ് ചെയ്യുന്നു, വീണ്ടും ശ്രമിക്കുന്നു, 6 months ആയി, ബ്രീച്ചായി. വീണ്ടും 3 months കഴിഞ്ഞപ്പോൾ പാസ്സായി, പേ ഔട്ട് കിട്ടിയില്ല. വീണ്ടും 3 months കഴിഞ്ഞു, പാസ്സാവുന്നു, പേ ഔട്ട് കിട്ടുന്നു. അപ്പൊ ആൾ ഇത്രയും എടുത്ത ഒരു ഫീ എത്രയാണോ കൊടുത്തത് അതിലും കൂടുതൽ ഓക്കെ, പേ ഔട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ആൾക്ക് പോയ ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ടൈം ആള് ഇതിനു വേണ്ടി മാത്രം ശ്രമിച്ചിട്ട് ആൾക്ക് കിട്ടിയ പേ ഔട്ട് ഇതിനെക്കാട്ടി കുറച്ച് ഉണ്ടാവുള്ളൂ. മേ ബി അത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോ ചെയ്തേക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ടൈം ആൾക്ക് പ്രൊഡക്റ്റീവായിട്ട് സ്വന്തം ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്തുകൂടെ? സ്വന്തം ക്യാപിറ്റൽ വെച്ച് ചെയ്യാം. സ്വന്തം ക്യാപിറ്റൽ ഇപ്പോ ഈ പറഞ്ഞ സിനാരിയോയിലുണ്ടല്ലോ, ആള് ഈ ഇത്രയും നാൾ കൊണ്ട് ആളൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന ഒരാള് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിട്ടുണ്ടാവണം. കാരണം കറക്റ്റ് ആളിപ്പോ ലാസ്റ്റ് പാസ്സായില്ലേ, പേ ഔട്ട് എടുത്തു, അവിടെ നിന്നാണ് പിന്നെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ആളെ മിസ്റ്റേക്ക് തിരുത്തി കറക്ഷൻ കൊടുത്ത് വന്നുകൊണ്ടാണ് ആൾക്ക് ഫണ്ട് അക്കൗണ്ട് കിട്ടിയതും. ഫണ്ട് അക്കൗണ്ട് കിട്ടിയാൽ പോലും പേ ഔട്ട് എടുക്കണമെങ്കിലും സെയിം ചലഞ്ച് ഫേസ് പോലെ തന്നെയാണ്. നമ്മൾ ഒരു 5%, 2%, ഈവൻ 1%, 2% എടുത്താൽ പോലും അത് കിട്ടണമെങ്കിൽ അവിടെ ഗ്രീഡ് ഇല്ലാതെ നമ്മുടെ കറക്റ്റ് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ജിതിനായിട്ട് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു 1 year എടുത്തു ഫണ്ട് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരൊരു 4 or 5 അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. റിയൽ അക്കൗണ്ടിലാണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ലെവലിന് പോകാൻ ചാൻസ് ഇല്ല. മറ്റേ ഫണ്ടഡ് അക്കൗണ്ട് ആകുമ്പോൾ ഒരു ചെറിയ ക്യാപിറ്റലല്ലേ പോകുള്ളൂ. അതൊരു പോസിറ്റിവിറ്റി അല്ലേ? അതാണ് ഒരു പോസിറ്റീവ്. നമ്മളിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ്ലെസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു 1,000 rupees ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് $1,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 50% റിസ്ക് ചെയ്യാം. ഓൺ അക്കൗണ്ടിൽ നമ്മുടെ 50% പോയി കിട്ടും ഇല്ലേ. നമ്മുടെ ഓൺ ഫണ്ടഡ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല.
നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡെയിലി 5% മേലെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആവും. അപ്പൊ നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് സേഫ് ആയിരിക്കും. നമുക്ക് നിസ്സാരം ഒരു $39 വരുന്നുള്ളൂ ഒരു 5K എടുത്ത്. നമുക്കൊരു അതിന്റെ ഒരു 1% നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ $100 ആയില്ലേ. $100 നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം വീണ്ടും 5Kയുടെ ലോസ് വരാണെങ്കിൽ അടയ്ക്കുന്ന ഫീസ് മാത്രം. നമുക്ക് ഗെയിനിങ് വരികയെന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ്ലെസ് ആണ്. നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. ഈവൺ അക്കൗണ്ട് പാസ്സായാലടക്കം നമ്മൾ ഇനീഷ്യൽ ഇട്ട ക്യാപിറ്റൽ അടക്കം കിട്ടും തോന്നി $39 കുറെ ഫേംസ് കൊടുക്കുന്നുണ്ട്. അത് പലതിനും എല്ലാ ഫേംസും ഇതുപോലെ ഡിഫറെന്റ് റൂൾസ് ആണ്. ചില ഫേംസിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ആയാൽ തന്നെ ഉടനെ തന്നെ ക്രെഡിറ്റ് ആവും. എല്ലാത്ത ഫേമുകൾ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഫണ്ടിങ് ബിഗ്സ് പോലുള്ള ഫേംസ് ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ പേ ഔട്ടിലാണ് നമുക്കത് കിട്ടുക. 5 years പോലുള്ളത് എങ്ങനെയാണ് നമുക്കത് ഓൾറെഡി ക്രെഡിറ്റ് ആവും. പാസ്സായി കഴിഞ്ഞാൽ ഉടനെ ക്രെഡിറ്റ് ആവും നമ്മുടെ ഇതിൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ്. ഇപ്പോൾ ബിഗിനേഴ്സിന് ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു മെന്ററിന്റെ സപ്പോർട്ടോടെ മാത്രമാണ് അവർക്ക് ഫണ്ടഡ് ഫേംസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഓണായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ പേ ഔട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നൽകുന്ന എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ? വേറെ എന്തെങ്കിലും മെയിൻ ആയിട്ടും അവർ എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ 5 years ആണെന്നുണ്ടെങ്കിൽ 9 years സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ ഫണ്ടിങ് പിപ്സും ഇതെല്ലാം ഒരുപാട് പേ ഔട്ട് കൊടുക്കുന്ന ഫേമുകളാണ്. ഫണ്ടഡ് നെക്സ്, FTM ഒക്കെ 10 years ആയി. ഇന്ത്യയിൽ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. FTM ഇത്ര നാളുണ്ടായിരുന്നില്ല, തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഫേമുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതുവരെ കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്ന ഫേമിലോട്ട് പോകാണ്ടിരിക്കുക. 40%, 50% അങ്ങനെ കൊടുക്കുന്ന ഫേമുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. പേ ഔട്ട് കിട്ടാതെ തന്നെ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടും പൂട്ടിപ്പോകുന്ന ഒരുപാട് ഫേമുകളുണ്ട്. പേ ഔട്ട് തരാത്ത ഒരുപാട് ഫേമുകളുണ്ട്. അതിപ്പോ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈവൺ ഒരു ഫേം നോക്കി $39 ആയിരിക്കും 5K ആയിരിക്കും. ബട്ട് അതേത് വേറൊന്ന് 50% $17 കൊടുക്കുന്ന ഞാൻ ട്രാപ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒരു ന്യൂസ് ടൈമിൽ ഞാൻ ട്രേഡിലായിരുന്നു. ന്യൂസിന് മുന്നേ ട്രേഡ് എടുത്തായിരുന്നു. പക്ഷെ ഞാനത് എക്സിറ്റ് ചെയ്തില്ല. ഞാൻ 1% വെച്ചത് എനിക്ക് പോയത് 4% സ്റ്റോപ്പ് ലോസ്. ആ സമയത്ത് സ്പ്രെഡ് വളരെ കൂടുതലായി. എന്നാലും ആ സ്പ്രെഡിന് ഒരു എത്ര പോവാന്നുള്ള 4% ഒക്കെ പോകുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അതൊരു ഫേമിന്റെ മിസ്റ്റേക്ക്. ഫേമിന്റെ അവര് സ്പ്രെഡ് കൂടുതൽ ഇടും. പല ഫേമിനും പല രീതിയിലായിരിക്കും സ്പ്രെഡ് വർക്ക് ആവുന്നത്. നല്ല നമ്മളെ ഫേമുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ FTM പോലുള്ള ഇതിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 years കമ്പാരിറ്റീവ്ലി സ്പ്രെഡ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ്. അതിന് ഒരു സൈറ്റ് ഉണ്ട്, പ്രോ ഫേമേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുവിധം ഫേമുകളൊക്കെ ഓക്കെയാണ്. അതിലും നമ്മൾ എടുത്തിട്ട് പേഴ്സണലായിട്ട് റിസർച്ച് ചെയ്യുക. ട്രസ്റ്റ് പൈലറ്റ് പോലുള്ള സൈറ്റുകൾ പോയിട്ട് അവരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഫേം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫേം സെലക്ട് ചെയ്തു, നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് ഒരു ബിഗിനർ എന്ന രീതിക്ക് പാസ്സായി, ആ 2 സ്റ്റെപ്പും പാസ്സായി കഴിഞ്ഞു. പിന്നെ പേ ഔട്ടിൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുണ്ട്? പേ ഔട്ട് ഓരോ ഫേമിനും ഡിഫറെൻ്റ് ആണ്. അത് ഒരു ഫേമിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാതെ. പിന്നെ ആഡ് ഓൺ ഓപ്ഷൻസ് ഉണ്ട്. വീക്കിലി പേ ഔട്ട് വരുന്ന ഫേമുകളുണ്ട്. ആ ഫേമിൽ തന്നെ മന്ത്ലി 14 days പേ ഔട്ട് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. മന്ത്ലി പേ ഔട്ട് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ 80% ഇപ്പോൾ വീക്കിലി ആണെന്നുണ്ടെങ്കിൽ 80% നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുണ്ട്. 1 month ആണെങ്കിൽ അത് 100%. എനിക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി, പ്രോഫിറ്റായി. 5% എബോവ് എനിക്ക് പ്രോഫിറ്റായി. അത് വിത്തിൻ 3 to 4 days എനിക്ക് 5% പ്രോഫിറ്റായി. പക്ഷെ ഞാൻ പേ ഔട്ട് കൊടുത്തിരുന്നത് 1 month ആണ്. മനസ്സിലായില്ലേ? അതൊരു സൈക്കോളജിക്കൽ മൂവാണ്. നമ്മൾ പേ ഔട്ട് കിട്ടി നമ്മുടെ കയ്യിലിരിക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ 5% പ്രോഫിറ്റായി. നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യാനുള്ള മൈൻഡ് വരും. നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യും. അത് പോയി കിട്ടും. എൻ്റെ അക്കൗണ്ട് ബ്രീച്ചായി. അപ്പം നമ്മൾ പേ ഔട്ട് സെലക്ട് ചെയ്യണതും അത് ഓരോ പേഴ്സൺ വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 1 month ചിലപ്പോൾ ജിതിൻ ഓക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ സൈക്കോളജി വെച്ചിട്ട് എനിക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീക്കിലി പേ ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 14 days പേ ഔട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിഡ്രോ ചെയ്യുക. 1 day പേ ഔട്ട് കൊടുക്കുന്ന ഫേമുകളുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനൊക്കെ ഇതിന് പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. വർക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഫോറക്സ് ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും? ആക്ച്വലി ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആവുന്നു നാട്ടിൽ വന്നിട്ട്.
ഞാൻ 15 വർഷത്തോളം പുറത്തായിരുന്നു. 10 വർഷത്തോളം മലേഷ്യയിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല പ്രഷറായിരുന്നു. വർക്ക് പ്രഷർ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊറോണ സമയത്ത് 4 years ഞാൻ ലോക്കായി പോയി അവിടെ. മലേഷ്യയിൽ നിന്ന് നാട്ടിലോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു എനിക്ക്. അത് ജോലി സംബന്ധമായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലോട്ട് പോയി. എന്നിട്ട് ആ കമ്പനിയിൽ ഞാൻ ചെയ്തിരുന്ന എയറോസ്പേസ് ആയിരുന്നു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രി കൊറോണ സമയത്ത് പൂട്ടുന്നു. വീണ്ടും തിരിച്ച് പഴയ കമ്പനിയിലോട്ട് തന്നെ വരുന്നു. പിന്നെ അവിടുന്ന് നാട്ടിൽ വരാൻ അനുവദിക്കാതിരിക്കുന്നു. എനിക്കിപ്പോൾ നാട്ടിലോട്ട് വരാൻ പറ്റാതിരിക്കുന്നു. ഞാൻ മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയി. എനിക്ക് ഫാമിലി, എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഫാമിലിയായിട്ട്. എനിക്കൊരു മോളും മോനാണുള്ളത്. മോൻ ഇപ്പോൾ ഒരു 1.5 വയസ്സായിട്ടുള്ളൂ. 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയും നാട്ടിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പല ജോബുകളും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. പല രീതിയിലും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കൊരു ജോബ് ഓക്കെ ആയി. അപ്പം അതിൻ്റെ ഇടയിൽ എന്തായാലും നമ്മുടെ അവിടെ കിട്ടുന്ന 1/3 പോലും സാലറി ഇവിടെ കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഷുവർ ആയിട്ടുള്ള കാര്യം. എന്തായാലും പുറത്ത് പോയാലേ നമുക്ക് നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈനിൽ തന്നെ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. മലേഷ്യയിൽ നിന്ന് വരുന്നതിന് മുന്നേ ജോയിൻ ചെയ്തു. പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പല ലൈവ് ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. റെക്കോർഡിംഗ് ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഇവിടെ വന്നിട്ടും 12 മണിക്കൂർ ജോലിയായിരുന്നു. 12 ഓൾമോസ്റ്റ് അങ്ങനെയായിരുന്നു. ഞാൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. ഞാൻ എൻ്റെ കൂടെയുള്ള വർക്കേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുത്തു. അവർ മുഖേന കമ്പനി റൺ ചെയ്യുന്ന രീതിയിലായി. അപ്പോൾ എൻ്റെ ബോസ് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി സാറായിട്ട് തന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ട്രേഡിങ്ങിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അതൊരു നല്ല തീരുമാനമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ട്രേഡിങ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഫോറക്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് 2.5 years ആയിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈം ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ 2 ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലണ്ടൻ സെഷനിൽ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. ന്യൂയോർക്കിലും ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് പറഞ്ഞാൽ 9:15 തുടങ്ങും, 3:30 എൻഡ്. അപ്പോൾ ഫോറക്സ് ആകുമ്പോൾ എങ്ങനെ സെഷൻ ഏതാ നോക്കേണ്ടത്? നമ്മൾ മെയിനായിട്ടും 3 മേജർ സെഷൻസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ സെഷനിലും ലണ്ടൻ, ന്യൂയോർക്ക്. സിഡ്നിയിൽ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല ആരും. ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫേക്ക് മൂവ്സ് ഒക്കെ ഉണ്ടാവും. അല്ല, ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ലാഭുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. മെയിനായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലണ്ടൻ ഓപ്പണിങ്ങും ന്യൂയോർക്ക് ഓപ്പണിങ്ങിലാണ്. ആ സമയത്താണ് ലണ്ടൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം 3 AM ന്യൂയോർക്ക് ടൈം, 3 AM. ഇന്ത്യൻ ടൈം ഇപ്പോൾ 1:30 PM ആണ്. അത് നമ്മുടെ ടൈം ചേഞ്ച് ആവുമല്ലോ അവിടെ, 1 hour പുറകോട്ടും ഒക്കെ ആവും. അപ്പോൾ 12:30 ആയിരുന്നു കഴിഞ്ഞ നവംബർ 2-നാണ് ചേഞ്ച് ആവുന്നത്. നവംബർ മാസം തുടങ്ങിയിട്ട് അത് 1:30 ആവും. അതിന് മുന്നേ വരെയും 12:30 ആയിരുന്നു. 1 hour വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത്. ഓപ്പണിങ്ങിൽ വരുന്ന ആ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൂവ്മെന്റ് ക്യാച്ച് ചെയ്യുന്നതാണ് എൻ്റെ സ്ട്രാറ്റജി. അത് ന്യൂയോർക്ക് ടൈമിൽ അങ്ങനെ തന്നെയാണ്. ന്യൂയോർക്ക് ടൈമും എപ്പോഴായിരുന്നു? 4:30 6:30 എന്തായിരുന്നു അല്ലേ? 7:30 ആയിരുന്നു. 7:30. അത് ന്യൂയോർക്ക് ടൈമിൽ വരുമ്പോൾ 9:30 AM അവിടെ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ആ ടൈമിലാണ് നല്ലൊരു മൂവ്മെന്റ് വരിക. ഞാനിപ്പോ മെയിൻ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇത് ഒരു അനുസരണമുള്ള കുട്ടീനെ പോലെയാണ്. ഒറ്റടി ഇങ്ങനെ ചാടി കളിക്കൊന്നുമില്ല. കറക്റ്റ് ഇങ്ങനെ പതുക്കെ സമാധാനമായിട്ട് കയറും. ഇപ്പൊ ഫോറക്സിൽ ഞാൻ ട്രേഡ് ചെയ്ത ആളാണ്. ഫോറക്സിൽ എന്ന് വെച്ചാൽ ഭയങ്കര വോളറ്റിലിറ്റിയാ. ഒറ്റടിക്ക് ചാടി ഇറങ്ങി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര പ്രോഫിറ്റ് കിട്ടും. ഇനിയിപ്പോ ലോസ് ആണെങ്കിലോ ഒറ്റടി അക്കൗണ്ട് ഇറങ്ങുമ്പോൾ വാഷൗട്ട് ആയി പോകും. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതെ, നമ്മുടെ കയ്യിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുക. കയ്യിൽ നിൽക്കുക ഉദ്ദേശിച്ചത് ഫോറക്സ് പോലെ ഭയങ്കര വോളറ്റൈൽ ഉണ്ടാവില്ല, കൺട്രോൾഡ് ആയിരിക്കും. അതെ, നമ്മളിപ്പോ സപ്പോസ് ഞാനിപ്പോ ഒരു 130 എൻട്രി എടുക്കണം എന്നൊക്കെയാ, എനിക്ക് 130 എൻട്രി കിട്ടും. അത് കറക്റ്റ് ആ ഭാഗത്ത് വന്നിട്ട് കയറിയിട്ട് തന്നെ പോവുള്ളൂ. പക്ഷെ ഫോറക്സിൽ ഒരു പോയിന്റ് 130 എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഒറ്റ പട്ടപ്പടം വെച്ച് കയറിപ്പോയി നമുക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നാലെ പോയി പിടിക്കാൻ നോക്കിയാൽ അറിയാലോ, അത് നേരെ തിരിച്ചടിക്കും. ഇപ്പൊ ഫോമോ കാരണം എടുക്കാനും അതിൽ ഭയങ്കര റിസ്ക് ആണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടിയായിട്ട് സമാധാനമായിട്ട് ഹാർട്ട് ബീറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും. കറക്റ്റ് നോക്കി നമ്മുടെ സ്ട്രാറ്റജി വന്ന് കൺഫർമേഷൻസ് ഒക്കെ എടുത്ത് സമാധാനമായിട്ട് എടുക്കാം. ഇപ്പൊ എനിക്കായാലും എൻ്റെ സ്റ്റുഡൻസിനായാലും ഇപ്പൊ അവരെ പഠിപ്പിക്കുമ്പോഴായാലും അവർ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും.
ചുമ്മാ ചാടിക്കയറി എടുക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയാ ഇമോഷൻ എന്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ലോജിക്ക് വർക്കാവില്ല, ഇമോഷൻ കയറി വർക്കാവും. ഫോറക്സിൽ അതുകൊണ്ട് ഞാൻ വിട്ട് മാറുന്ന ഒറ്റ റീസൺ കൊണ്ടാണ്. വോളറ്റിലിറ്റി ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. ഇതിൻ്റെ അകത്ത് മേജർ അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്, വോളറ്റിലിറ്റിയാണ്. കാരണം നമ്മൾ ഒരു എൻട്രി മിസ്സായെന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത എൻട്രി റെഡി ആയി നിൽക്കേണ്ടാവും അവിടെ. ഫോറക്സിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് എൻട്രീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റീസ്. ഒരു എൻട്രി പോയാലും അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസും എൻട്രി പോയിന്റും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹ്യൂജ് ലോസ് വരില്ല. നമുക്ക് വരുന്ന 1% റിസ്ക് റിവാർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്നത് നമ്മുടെ റിസ്ക് എപ്പോഴും 1% തന്നെ ആയിരിക്കും. അതിന് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അത് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അക്കൗണ്ട് വരെ വാഷ് ഔട്ട് ആയി പോകും. അത് ആ സമയത്ത് ഹൈ സ്പ്രെഡ് ആയിരിക്കും. അത് നമ്മൾ വെക്കുന്ന റിസ്ക് റിവാർഡ് ആയിരിക്കില്ല പോയി ഹിറ്റ് ആവുന്നത്. അത് മൈൻഡ് ചെയ്യുക പോലും ചെയ്യില്ല മാർക്കറ്റ്. അത്രയ്ക്ക് സ്പ്രെഡായി ഈ രീതിയിലൊക്കെ സ്പ്രെഡ് വരും ന്യൂസ് ടൈമിൽ. NFP ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, ഫ്രൈഡേ ആണ് NFP വരിക, ന്യൂസ് ഉണ്ടാവുക. ആ സമയത്ത് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, ന്യൂസ് ഉള്ള ദിവസം ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, അതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി ട്രേഡ് ടൈമിൽ ജേണലൊക്കെ ചെയ്തു പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു ജേണലിന്റെ? അത് ജേണൽ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും നമ്മുടെ ഫോറക്സ് ആയാലും സെയിം തന്നെയാണ്. നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡ് ജേണൽ ചെയ്യാം. അത് നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആപ്പുകൾ, ട്രേഡ് സെല്ല പോലത്തുള്ള ആപ്പുകളുണ്ട്. നോഷൻ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റാണ് നോഷൻ. നോഷനിൽ നമുക്ക് കലണ്ടറിൽ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം ഓരോ ദിവസത്തെ ട്രേഡ്. നമ്മൾ ഇപ്പോൾ 2024 22-ാം തീയതി ചൊവ്വാഴ്ച എടുത്ത ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് കാണിക്കാൻ പറ്റും. കാരണം ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മന്തിൽ പോയിട്ട് ആ ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറോ യൂസിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, GBP യൂസിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് വിന്നാണോ ലോസ് ആണോ, എത്ര പെർസെൻറ്റേജ്, 1:2 ആണോ, അല്ലെങ്കിൽ ലോസ് ആയിരുന്നു, അത് കറക്റ്റ് ആയിട്ടുണ്ട്. അത് ആ ചാർട്ട് വരെ നമുക്കതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. അത് ടോപ്പ് ഡൗൺ അനാലിസിസ് മുതൽ. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലി സ്റ്റാർട്ട് ചെയ്യും. വീക്കിലി ഇപ്പോൾ ഞാനൊരു ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മന്ത്ലി, വീക്കിലി, ഡെയിലി, 4 hour, 1 hour, അങ്ങനെയാണ് എൻ്റെ അനാലിസിസ് വരിക. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മന്തിൽ 1 time ഒക്കെ നമ്മൾ മന്ത് നോക്കിയാൽ മതി. പിന്നെ വീക്കിലി വൺസ് 1 week നോക്കിയാൽ മതി. അത് ഓൾറെഡി നമ്മുടെ ചാർട്ടിൽ അവിടെ കിടപ്പുണ്ടാവും അനാലിസിസ്. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഡെയിലി തുടങ്ങിയാൽ മതി. ഡെയിലി 4 hour, 1 hour. അപ്പോൾ ഡെയിലി ചാർട്ട് ആദ്യം എടുക്കുക, എന്നിട്ട് നേരെ കോപ്പി ചെയ്തിട്ട് നോഷനിൽ ആ ഡേറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഡെയിലി കഴിഞ്ഞാൽ നമ്മുടെ 4 hour, അത് കീ ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ കീ ലെവൽസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഓർ സെല്ല് ചെയ്യാം. അത് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നേരെ നോഷനിൽ ഇടാം. അങ്ങനെ അത് നോഷനിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അത് നോഷൻ ബിഗിനേഴ്സിനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. അത് കമ്പയർ ടു ഡയറി ജേണൽ വെച്ച് നോഷനെ കുറച്ചും കൂടെ ബെറ്റർ എന്നാണ്. ഇത് നോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറി എഴുതണം എന്നാണ് പറയുക. നമ്മൾ ഇമോഷണൽ ഡയറി പറഞ്ഞ് കീപ്പ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് എന്താണ് ഇപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ഇമോഷൻസ് എന്താണ്, എനിക്ക് ഫാമിലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എൻ്റെ മൈൻഡ് ഓക്കെ ആണോ, ഇപ്പോൾ എനിക്ക് എത്ര പെർസെൻറ്റേജ് ട്രേഡ് ആണെന്ന് ഞാൻ റിസ്ക് ചെയ്യുന്നത്, എനിക്ക് അതിൽ കൂടുതൽ ട്രേഡ് എടുക്കാൻ തോന്നുന്നുണ്ടോ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 days കഴിഞ്ഞാൽ ലോസിലാണ്, ഞാൻ ഓക്കെ ആണോ, മൈൻഡ് ഓക്കെ ആണോ, അതൊക്കെ നമ്മൾ പ്രീ ജേണൽ ചെയ്യണം. അത് നമ്മൾ ഡയറി തന്നെ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സെറ്റപ്പുകളെല്ലാം ഒന്ന് നോഷനിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും നമ്മളൊരു ഇമോഷണൽ ഡയറിയും പ്രീ മാർക്കറ്റ് അനാലിസിസും അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ഡയറിയിൽ എഴുതി വയ്ക്കണം. അത് എന്നിട്ട് വീക്കിലി വൺസ് നമ്മൾ റിവ്യൂ ചെയ്യണം. എന്നിട്ടേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വീഡിയോയില് ഫോറക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത കണ്ണേട്ടന് ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം, പുതിയൊരു ടോപ്പിക് ആയിട്ട് വരാം.